അശരണർക്കും ആലംബഹീനർക്കും തണലൊരുക്കുന്ന സന്യാസത്തിന്റെ പ്രേക്ഷിത മുഖങ്ങൾ, സ്നേഹത്തിന്റെ കരുതലേകുന്ന ജീവിത ചിത്രങ്ങൾ. ഇത് ഫോർട്ട് കൊച്ചി വെളിക്ക് സമീപം വിസിറ്റേഷൻ സഭയുടെ കീഴിൽ നിരാലംബരായ അനേകരെ ശുശ്രൂഷിക്കുന്ന സെയിന്റ് ജോസഫ് വെയ്വ്സ് ഹോം. 75 വർഷത്തെ ശുശ്രൂഷയുടെ പുണ്യം നിറയുന്ന ഒരു പ്രേക്ഷിത ഭവനം. രോഗികളും ആലംബഹീനരുമായ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും തണലാകുന്ന സന്യാസിനികൾ. ഈ ഭവനത്തിന്റെ പ്രേക്ഷിത ശുശ്രൂഷയെക്കുറിച്ച് മദർ സിസ്റ്റർ അഗസ്റ്റ്യ SVC നമ്മോട് പങ്കുവയ്ക്കുന്നു. അപ്പൊ ഞങ്ങള് തണൽ മരങ്ങൾ എന്നൊരു പ്രോഗ്രാം സിസ്റ്റർ ഷാലം കണ്ടു കാണുമല്ലോ. കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് സിസ്റ്ററെയാണ് കർത്താവ് തണൽ മരങ്ങളിൽ കൊണ്ടുവരുന്ന അനേകർക്ക് തണലേകുന്ന, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾക്ക് തണലേകുന്ന സിസ്റ്ററിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. സിസ്റ്ററിലൂടെ കർത്താവ് പ്രവർത്തിച്ച പ്രവൃത്തികളെയും, പ്രത്യേകിച്ച് ഇന്ന് പലപ്പോഴും ദൈവവിളികളിലും സന്യാസവും ഒക്കെ പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും പല രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു കാലയളവിൽ ഇപ്പോഴും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സന്യാസത്തെ ജനങ്ങൾക്ക് കിട്ടുവാൻ സിസ്റ്റർ ഏറ്റവും അഭികാമ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. സിസ്റ്ററിനെ ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററിനെ ഒന്ന് ആദ്യം തന്നെ സിസ്റ്ററിൻ്റെ കുടുംബത്തെ പശ്ചാത്തലത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ദൈവവിളിയിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാര്യം ഒന്ന് പറയാമോ? എൻ്റെ പേര് സിസ്റ്റർ അഗസ്റ്റ എന്നാണ്. അഗസ്റ്റിനോസിന്റെ ശ്രീലിംഗമായിരിക്കുമല്ലേ അഗസ്റ്റ? എൻ്റെ ബാപ്റ്റിസ്റ്റ് നെയിമാണ് സിസ്റ്റർ അഗസ്റ്റ. വീട്ടിൽ വേറെ പേരാണ്. അപ്പോൾ ഞാൻ ഒറ്റമശ്ശേരിലാണ് എൻ്റെ സ്ഥലം. എനിക്ക് അച്ഛനും അമ്മയും ഞങ്ങൾ 7 മക്കളാണ്. 3 പെണ്ണും 4 ആണും. മൂത്ത ചേച്ചി ഞങ്ങളുടെ ഓർമ്മയ്ക്ക് മുമ്പേ കെട്ടിച്ചു പോയായിരുന്നു കൊച്ചിൽ. പിന്നെ ഞങ്ങൾ 6 പേരായിരുന്നു. ഭക്തിപരമായൊരു ജീവിതമായിരുന്നു. പിന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒത്തിരിയേറെ നൊവേനകളും വണക്കമാസമൊക്കെ ഉണ്ട്. പിന്നെ ഈസ്റ്റർ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പ്, അപ്പച്ചന്മാരുടെയൊക്കെ അമ്മമാരൊക്കെ കൂടിയ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരാധനക്കൊക്കെ പോകുമായിരുന്നു രാത്രി സമയങ്ങളിൽ. അങ്ങനെ നോയമ്പ് കാലം എടുക്കുമ്പോൾ പിന്നെ കേറ്റിസത്തിന് അമ്മ ഒത്തിരി നിർബന്ധിക്കുമായിരുന്നു. ഞങ്ങൾ ഉറങ്ങിക്കിടക്കണ നിർബന്ധമായിട്ട് അത് വിട്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഭക്തിപരമായിട്ട് അപ്പനും അമ്മയും എപ്പോഴും പള്ളിയിൽ പോയി ഞങ്ങളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത്. അങ്ങനെ എന്നാലും ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു കോൺവെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും ഞങ്ങളുടെ വാതിക്കൽ കൂടെയാണ് പള്ളിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളോട് സംസാരിക്കുക, വീട്ടിലൊക്കെ വരികയൊക്കെ ചെയ്ത് അങ്ങനെ ഒത്തിരി പരിചയമൊക്കെ കോൺവെൻറ്റിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ദൈവവിളി എനിക്ക് ഒത്തിരി സിസ്റ്റർ ആകണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായി. അങ്ങനെ 10 പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തുള്ള 4 കുട്ടികൾ എൻ്റെ കൂടെ പഠിച്ചവർ പോകാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പറഞ്ഞ് ഞങ്ങളുടെ ഈ സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു പ്രൊഫസറുണ്ട്. പ്രൊഫസറിനോട് അഡ്മിഷൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ മൂത്ത ബ്രദർ പറഞ്ഞു. അപ്പോൾ പഠിച്ചിട്ടൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറയും. അങ്ങനെ എൻ്റെ ഒരു സിസ്റ്ററിലോ പോയി മടപ്പിച്ചെന്ന് ചോദിച്ച് അങ്ങനെ ഇന്നാണ് ഞങ്ങൾ അവരെല്ലാവരും പോകുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവവിളി, ഞാൻ ഗവൺമെൻറ്റിലോട്ട് പോകണം. SSLC പാസ്സായി കഴിഞ്ഞു. അങ്ങനെ സന്തോഷമാണ്. അന്നോട്ട് ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒത്തിരി സന്തോഷമാണ്. വേറൊരു ചിന്തകളൊന്നും വന്നിട്ടില്ല. ഒത്തിരി ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഡെഡിക്കേറ്റായിട്ട് ചെയ്യാനൊക്കെ സാധിച്ചെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കോൺഗ്രിഗേഷൻ വിസിറ്റേഷൻ സിസ്റ്റേഴ്സ്. അവരുടെ കൂടെയാണ് ഞാൻ സിസ്റ്റേഴ്സ് വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ ആലപ്പി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്, സംതൃപ്തിയാണ്. ഞാൻ എൻ്റെ ഓപ്പറേഷന്മാർക്ക് പീറ്റർ ജനപ്പറമ്പിലായിരുന്നു. ആ സമയത്താണ് എന്നെ സന്യാസത്തിലോട്ട് ഞാൻ ചേർന്നത്. പിതാവിൻ്റെ കൈവെപ്പോടുകൂടിയാണ് സിസ്റ്റർ ആയത്. പിന്നെ സിസ്റ്ററിന്റെ ശുശ്രൂഷകളെ കുറിച്ചൊന്ന് പറയാമോ? അന്നൊക്കെയുള്ള ആദ്യകാലത്തെ സിസ്റ്റർ ആയിക്കഴിഞ്ഞ് 3.5 വർഷമായിരുന്നു ഞങ്ങളുടെ ഫോർമേഷൻ. സിസ്റ്റർ ആയിക്കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വീണ്ടും ഒരു ഓൺഗോയിങ് ഫോർമേഷൻ പോലെ ഞങ്ങൾ 6 മാസം മരിയനാട് നമ്മൾ തിരുവനന്തപുരത്ത് മരിയനാട് ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്റേഴ്സ്, ഞങ്ങൾ 27 പേരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്റേഴ്സായവർ. ഞങ്ങൾ ഒരുമിച്ച് മരിയനാട് എന്നുള്ള സ്ഥലത്ത് പോയി അവിടെ ഞങ്ങൾക്ക് അച്ഛന്മാരൊക്കെ വന്ന് ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ആലുവയിൽ ഞങ്ങൾക്ക് ഒരു കോഴ്സുണ്ട്, 1 ഇയർ കോഴ്സുണ്ട്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ
2 വർഷം വലിയതുറ നേഴ്സറി കുട്ടികളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഞങ്ങൾ നേരത്തെ സിസ്റ്റർ ആയിക്കഴിഞ്ഞാണ് ഞങ്ങളെ പഠിപ്പിക്കാനൊക്കെ വിടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ നേഴ്സറി പഠിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കാൻ വന്നു. അവിടുത്തെ പഠനം 2 വർഷം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് റോമിലൊരു കോൺവെൻറ്റ് തുടങ്ങാനായിട്ട് ഞങ്ങളുടെ അന്നത്തെ മദർജനായിരുന്ന ഫിലോമിന എന്നെയും എടുത്ത് ഞങ്ങൾ 10 സിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുത്തപ്പോൾ ലാസ്റ്റ് ഞാനായിരുന്നു. എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് ഒരുക്കി അങ്ങനെ ഞങ്ങൾ 10 സിസ്റ്റേഴ്സിൽ ഏറ്റവും ഇളയതായിട്ടാണ് ഞാൻ റോമിൽ ചെന്നത്. ആദ്യത്തെ കോൺവെൻറ്റ് ഇറ്റലിയിൽ റോമിലായിരുന്നു ആദ്യത്തെ കോൺവെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ ഞാനായിരുന്നു 10 പേരിൽ ഇളയവരായിട്ട് പോയത്. അങ്ങനെ 12 വർഷം റോമിൽ ആ കോളേജിൽ അച്ഛനാകാൻ പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെ വരുമായിരുന്നു. എല്ലാ രൂപതയിൽ നിന്നും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കുകയും നല്ല സ്വഭാവക്കാരെയൊക്കെ തിരഞ്ഞെടുത്ത് അവിടെ വിട്ടിട്ട് വത്തിക്കാൻ്റെ സ്കോളർഷിപ്പിൽ അവർ പഠിച്ച് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ പല അവർ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ നേഴ്സിംഗ് വർക്ക് അവരുടെ കെയർ ചെയ്യണം, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങളാണ് ആ സ്ഥലം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ 12 വർഷമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോർത്ത് ഇറ്റലിയിലോട്ട് ഞാൻ പോയി 7 വർഷം അവിടെ ഒരു ബിഷപ്സ് ഹൗസിൽ വർക്ക് ചെയ്ത് പിന്നെ ഇവിടെ 2017 ഞാൻ കൊച്ചിയിൽ വന്നു. അങ്ങനെ ഈ ആതുര ശുശ്രൂഷ തുടങ്ങി. അതിലെനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ ഒത്തിരി ആ ശുശ്രൂഷ ഒത്തിരി സന്തോഷിക്കുന്നു. ഇത്രമാത്രം റോമിലെ വലിയ റിച്ച് ആയിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ നോക്കിയൊക്കെ നിന്ന ആൾ ഇവിടെ വന്നപ്പോൾ ഈ വൃദ്ധജനങ്ങളെ നോക്കേണ്ടി വന്നപ്പോൾ അത് പൊരുത്തപ്പെടാൻ ആദ്യം തന്നെ സാധിച്ചോ? അതിന് ഇൻചാർജായിട്ടൊരു സിസ്റ്റർ 1 ഇയർ ഞാൻ അവിടെ നിന്ന് അതൊക്കെ കണ്ട് അവരുടെ കൂടെ തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് അവരുടെ കൂടെ മറ്റ് ഉത്തരവാദിത്തങ്ങളുള്ളപ്പോൾ എപ്പോഴും പോകാൻ പറ്റും. ഇങ്ങനെ അവരുടെ മാത്രം ശുശ്രൂഷിക്കാൻ പറ്റും. അവരെ കുളിപ്പിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ 1 വർഷം അവരുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നീടാണ് എന്നെ സുപ്പീരിയറാക്കി അവിടുത്തെ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ. ഇപ്പോൾ അവരുടെ എല്ലാ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാനും പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം. അവർ നന്നായിട്ട് എനിക്ക് നോക്കുവാനും അവരും നമ്മളോട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും പോകുന്നത്. നല്ലൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിവിടെ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോൾ 5 സിസ്റ്റേഴ്സ് 68 അമ്മമാരും അച്ഛന്മാരും കൂടെ ഉണ്ട്. അച്ഛന്മാർ എത്രയുണ്ട്? 10 അച്ഛന്മാരുണ്ട്. അവർക്ക് ഒത്തിരി സ്ഥലങ്ങളൊന്നുമില്ല. 10 പേർക്കുള്ള സീറ്റുകൾ അത് എപ്പോഴും ഫുള്ളായിരിക്കും. മറ്റേ അമ്മമാർക്ക് വീണ്ടും കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി കിടപ്പായവർക്ക് നമുക്ക് പരിമിതികളേ ഉള്ളൂ. നടക്കുന്നവർക്കുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 68 പേരുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ വരും മരിച്ചു പോയിട്ട്. ഞാൻ 5 വർഷത്തിനുള്ളൊരു 28 പേരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ശവടക്കം എങ്ങനെയാണ്? അവരുടെ ശവടക്കം നമുക്ക് ഇവിടെ തന്നെ ബസിലിക്കയിൽ നമുക്കൊരു സ്ഥലം തന്നിട്ടുണ്ട്. കൊച്ചി സാന്താക്രൂസ് ബസിലിക്കയിൽ ആരും ഇല്ലാത്തവർ നമ്മൾ അവിടെ കൊണ്ടടക്കും. ചുരുക്കം ചിലരൊക്കെ വീട്ടിലോട്ട് കൊണ്ടുപോകും. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പുണ്യം നിറയുന്ന ഭവനം. കൊച്ചി പ്രദേശത്ത് അനേകം ജീവിതങ്ങൾക്ക് തണലൊരുക്കുന്ന പ്രേക്ഷിത ഭവനം. രോഗികൾക്ക് സൗഖ്യമേകിയും ഒറ്റപ്പെട്ടു പോയവർക്ക് തണലേകിയും ഈ സന്യാസിനികൾ ഇവർക്ക് സഹോദരിമാരാകുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരാകുന്നു. സുവിശേഷം ജീവിതം കൊണ്ട് പ്രഘോഷിച്ച് ഈ ജീവിതങ്ങൾക്ക് ഇവർ കാരുണ്യമേകുന്നു. ഈ ഹൗസ് തുടങ്ങിയതിന് ശേഷം ആരംഭത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ. അതിൻ്റെ ആ പ്രാരംഭ ദശയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഓക്കെ. 1947 ഡിസംബർ 8 നമ്മുടെ ഈ ഓൾഡ് ഏജ് ഹോം തുടങ്ങിയത്. എൻ്റെ പേര് സെൻറ്റ് ജോസഫ് വേസ് ഹോം എന്നായിരുന്നു. വേബ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോർച്ചുഗൽ നെയിമാണ്. അതായത് ഓൾഡ് ഏജ് ഹോം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പോർച്ചുഗൽ ബിഷപ്പ് 1952 ലാസ്റ്റ് ബിഷപ്പായിരുന്നു, കൊച്ചി ബിഷപ്പായിരുന്നു. പുള്ളി തിരിച്ച് പോർച്ചുഗലിലോട്ട് പോയപ്പോൾ അവിടെ നിന്ന് തൻ്റെ സഹോദരൻ്റെ പ്രോപ്പർട്ടി വിറ്റ് അങ്ങനെ വാങ്ങിച്ചാണ് ഈ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ഹിസ്റ്ററി. ഇവിടെ ഒരു ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് വഴിയിലൊക്കെ ഇങ്ങനെ അന്ന് 1947 യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് ഒത്തിരി മനുഷ്യർ വിശന്നും ഭക്ഷണം കിട്ടാതെയൊക്കെ ഒത്തിരി ദാരിദ്ര്യം ഉള്ള സമയമായിരുന്നു. അങ്ങനെ ഒത്തിരി മനുഷ്യർ റോഡ് സൈഡിലും അവിടെയൊക്കെ അങ്ങനെ കിടന്നിട്ട് കൊച്ചി രൂപതയിൽ ഒരു അച്ഛൻ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ അച്ഛൻ
എല്ലാ ആൾക്കാരെയൊക്കെ എടുത്ത് അങ്ങനെ ഒരു 4-5 ആൾക്കാരുമായിട്ട് ഒരു ചെറിയൊരു കുടിലായിട്ട് അവിടെ വെച്ചാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് ആ സമയത്ത് ബിഷപ്പായിരുന്ന ഈ അൽവേർനസ് പിതാവ് ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് പുള്ളിയെ, അച്ഛനത് കഴിഞ്ഞ് ആ സമയത്താണ് പിതാവ് തിരിച്ചു പോയപ്പോൾ ഓർത്ത് അങ്ങനെ വിസിറ്റേഴ്സ് സഭ അന്ന് 1924 തുടങ്ങിയതാണ് ആലപ്പുഴയിൽ. സെബാസ്റ്റ്യൻ എൽസി പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ അച്ഛനാണ് ഞങ്ങൾ വിസിറ്റേഴ്സ് സഭയുടെ സ്ഥാപകൻ. പിതാവും ഞങ്ങളുടെ ഈ ഫൗണ്ടറുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് പിതാവ് ഈ പ്രോപ്പർട്ടി വിറ്റ് കൊടുത്ത പണം കൊണ്ട് ഇവിടെ ഒരു സ്ഥലവും വീടും വാങ്ങി. അത് വിസിറ്റേഴ്സ് സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കണമെന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തനം പിന്നെ തുടങ്ങിയത്. ആ സമയത്ത് ഒത്തിരി ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ അന്നുണ്ടായിരുന്ന അമ്മമാർ ഓരോ വീടുകളിലും ചെന്ന് സഹായമൊക്കെ അഭ്യർത്ഥിച്ച് വീടുകളിലൊക്കെ ചെന്ന് അങ്ങനെ എല്ലാവരും പൈസയൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായി. പിന്നെ ഇവിടെ ഒത്തിരി പണക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാവരും കൂടെ സഹായിച്ച് ജോസഫ് എന്ന് പറഞ്ഞ ഒരു PP ജോസഫ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനും അപ്പച്ചൻ എന്ന് പറഞ്ഞൊരു ചേട്ടനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ പള്ളിയും കെട്ടിടങ്ങളൊക്കെ വന്നത്. ഇപ്പോഴും ഒത്തിരി പേരുടെ സഹായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനു വേണ്ടി തന്നെ അന്നത്തെ കാലത്ത് 2 ഹോളൊക്കെ അവിടെ ഉണ്ട്. ആ ഹോസ്റ്റലൊക്കെ വന്നത് ഈ അമ്മച്ചിമാർക്ക് വേണ്ടി തന്നെയാണ് അവിടെ ഉണ്ടായത്. അതൊക്കെ കൊണ്ടാണ് റോൾ ചെയ്താണ് അവർ. പിന്നെ വീണ്ടും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മദർ ഹൗസിൽ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നന്നായിട്ടൊക്കെ അങ്ങനെ നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ ഇന്നും അങ്ങനെ നന്നായിട്ട് പോകുന്നു ദൈവത്തിൻ്റെ സഹായം കൊണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പം 68 പേരുണ്ട്. എവിടെ നിന്നൊക്കെ ഉള്ളവരാണ്? ഇവർ തിരുവനന്തപുരത്തു നിന്നുണ്ട്, കൊല്ലത്തു നിന്നുണ്ട്, ആലപ്പുഴ, കൊച്ചി, കേരള തീരദേശത്തു നിന്നൊക്കെ ഉള്ളവരാണ് എല്ലാവരും. പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ നിലകൊള്ളുന്ന ഒരു ഭവനം, കർത്താവിൻ്റെ കാരുണ്യത്തിൽ മുറുകെ പിടിച്ച് അനുദിനം മുന്നോട്ടു പോകുന്ന പ്രേക്ഷിതാലയം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയവരും തളർന്നു പോയവരുമായ അനേകർക്ക് ഇവർ സ്നേഹ ശുശ്രൂഷയാൽ കരുത്തു നൽകുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം ഈ സന്യാസിനികൾ ഇവർക്ക് പകർന്നു നൽകി ഇവരെ കരുത്തരാക്കുന്നു. സിസ്റ്റർ ഇവിടെ വന്നിട്ട് 5 വർഷമായെന്ന് പറഞ്ഞല്ലോ. ഈ 5 വർഷത്തിനിടയിൽ സിസ്റ്ററുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വളരെ വിഷമം തോന്നുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പ്രതികരണങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു മാനസിക സംഘർഷമുള്ളൊരു അമ്മച്ചിയെ ഇവിടെ മോള് കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു ഞങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ചേച്ചി പറഞ്ഞ് ഇങ്ങനെ അവർക്ക് ഒത്തിരി വിഷമമാണ്, അതിന് വീട്ടിൽ ജോലിക്ക് പോകാൻ മോൾക്ക് പറ്റുന്നില്ല. അവൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്മയെ വേറൊരു മോളും ഉണ്ട്, അവരെയൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ ഈ അമ്മച്ചിയെ ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ മാനസിക സംഘർഷമുള്ളവരൊന്നും നേരിട്ട് ഇങ്ങോട്ട് എടുക്കാറില്ല. നമുക്കറിയില്ലായിരുന്നു. പിന്നെ മോള് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഒത്തിരി വയലൻ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ 4-5 സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ അവരെ പിടിച്ച് കുളിക്കണമൊന്നുമില്ല, കുളിപ്പിച്ച് നമ്മൾ റൂമിലൊക്കെ ആക്കി മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ വയലൻ്റ് അയൽവക്കക്കാർക്കൊക്കെ കുറച്ച് ശല്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ മോളെ വിളിച്ച് അതുവരെ മോള് ഇടയ്ക്ക് വിളിക്കുകയും ആധാർ കാർഡൊന്നും ഇല്ലായിരുന്നു, ആധാർ കാർഡൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അമ്മയുടെ വിശേഷമൊക്കെ തിരക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കലവൂർ ഞങ്ങൾക്കൊരു ഹൗസുണ്ട്, അതുകൊണ്ട് മോളെ അവിടെ കൊണ്ടാക്കണം, നമ്പറൊക്കെ തന്ന് നമ്മൾ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എനിക്കിപ്പോൾ പറ്റത്തില്ല, നാളെ രാവിലെ വന്ന് ഞാൻ അമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ വിളിച്ചിട്ടൊന്നും ഈ മോള് വന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട അത്രയും മക്കളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിനപ്പോൾ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടായി. അങ്ങനെ പല അമ്മച്ചിമാർക്കും അങ്ങനെ വിഷമം, ഇതുപോലത്തെ പല തരത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പൊതുവെ ശാരീരികമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാണല്ലോ. എങ്കിലും ഈ പ്രായത്തിൽ ആൾക്കാരെ കിട്ടിയാലേ ഞാൻ ഓർക്കുന്നു, ഞാനൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വീടുകൾ സന്ദർശിക്കാൻ പോകുന്ന വൃദ്ധന്മാരെ കാണാനാണ് കൂടുതൽ ഞാൻ പോകുന്നത്. കാരണം എന്താ, ഇവരൊന്ന് സ്വർഗത്തിന് പ്രാപ്തരാക്കാമല്ലോ, പ്രത്യാശ നൽകാമല്ലോ, ഇവരെ സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം കൊടുക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ആ രീതിയിൽ ഇവർക്ക് സഹായകമാകുന്നുണ്ടോ സിസ്റ്ററിന്റെ സാന്നിധ്യം? അമ്മച്ചിമാർക്ക് വലിയൊരു പള്ളി അവിടെ നമുക്കുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പള്ളി ഉള്ളിൽ തന്നെയുണ്ട്.
അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി പരിശുദ്ധ കുർബാന 8 മണി തൊട്ട് 4 മണി വരെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ഓരോ മണിക്കൂർ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ഫ്ലോറിലും പ്രാർത്ഥനകളുണ്ട്. അവരുടെ രാത്രി സന്ധ്യാപ്രാർത്ഥനകളും പിന്നെ ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകളും അല്ലാതെ നമ്മൾ കുമ്പസാരത്തിനായിട്ട് ഒരുക്കി പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഒരുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. പ്രാർത്ഥിച്ചില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവർ പോകുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ആത്മസംതൃപ്തിയാണ്. പിന്നെ മരണത്തിനായി കിടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ അച്ഛനെ തന്നെ കൊണ്ടുവന്ന് അന്ത്യകൂദാശകളൊക്കെ കൊടുത്ത് അവർ നന്നായിട്ട് സന്തോഷത്തോടെ മരിക്കുന്ന പല കാഴ്ചകളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുക്കി ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ പറ്റിയുള്ള സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ വന്നിട്ടുള്ള അന്തേവാസികളിലെ സിസ്റ്ററിന് ഏറ്റവും പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഈ ചെയ്യുന്നത് കൊണ്ട് വലിയ ഒരു സന്തോഷം തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള 1-2 വ്യക്തികളെ പരിചയപ്പെടുത്താമോ? ഒരു ചേച്ചി നമ്മുടെ കോവിഡ് സമയത്ത് ഒരു കാലില്ല, പിന്നെ ഹാർട്ടിന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. ഒരു മഴയും കാറ്റും നല്ല കോവിഡിൻ്റെ ഭയങ്കര കടുത്തൊരു സമയത്താണ് ചേച്ചിയെ പിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആരുമില്ല, കാറ്റും മഴയാണ്. അങ്ങനെ നമ്മുടെ കൗൺസിലറോട് വിളിച്ചപ്പോൾ കൗൺസിലർ ഒരു ആംബുലൻസ് വിട്ടു തന്നു. അങ്ങനെ അതിലോട്ട് കയറാൻ നോക്കിയപ്പോൾ അവിടെ മൊത്തം കോവിഡ് രോഗികളാണ്. ഈ ചേച്ചിയും കൊണ്ടുപോകണം. ഒത്തിരി നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവിടെ നോക്കി ഇങ്ങനെ ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ആർക്കും പേടി. അത്രയ്ക്കുള്ള ആ സമയത്താണ് പെട്ടെന്ന് എനിക്ക് അമ്മച്ചിയുടെ കൂടെ പോകുവാനും അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി അതിനെക്കുറിച്ച് സന്തോഷം. അതിനൊരു അവാർഡും എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഒത്തിരി ആ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി അമ്മച്ചിമാർക്ക് അസുഖമൊക്കെ ആയിപ്പോയിട്ട് ആരും മരിക്കാതെ രക്ഷപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷമുണ്ട്. ക്രൂശിതന്റെ സ്നേഹം ആർദ്രമായി പകർന്നു നൽകി ഇവിടെ ഇവർ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. വിസിറ്റേഷൻ സഭയുടെ പ്രേക്ഷിത ശുശ്രൂഷയുടെ 100 വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സന്യാസിനികൾ സഭയുടെ ഈ കാരുണ്യമുഖം തീഷ്ണതയോടെ ഇവിടെ നിർവഹിക്കുന്നു. നിങ്ങളുടെ മധ്യസ്ഥ സെന്റ് ജോസഫ് ആണല്ലോ, അപ്പോൾ ഈ സെന്റ് ജോസഫിന്റെ പരിപാലന അനുഭവിക്കാറുണ്ടല്ലോ, പിന്നെ ഒത്തിരി അതെങ്ങനെയാണെന്ന് പങ്കുവയ്ക്കാമോ? പഴയകാലത്ത് അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒത്തിരി ഔസേപ്പിതാവിനെ അവർ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പിന്നെ അവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 5 സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്നാലേ അവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 പേരുടെയും പ്രവർത്തനം ഒന്നും ചേരുമ്പോഴാണ് ഞങ്ങൾ നന്നായിട്ട് പോകുന്നത്. അപ്പോൾ ഔസേപ്പിതാവ് എനിക്ക് ഒത്തിരി ഒരു അത്ഭുതം ഉണ്ടായിട്ടുള്ളത്, ഒരു സമയത്ത് കുറച്ച് അരി ഇല്ലാതെ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു 2 വീലറിൽ വന്ന് 2 ചാക്കരിയാണ്. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് ഇതാരാണ് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് ആരാണെന്ന് അറിയില്ല, കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു അരി പോലും അവിടെ വെക്കുവാനില്ലാത്ത സമയത്തായിരുന്നു. പിന്നെ അല്ലാതെ ഒത്തിരി പരിപാലന രോഗസമയത്ത് അമ്മച്ചിമാരുടെ രോഗസമയത്ത് ഔസേപ്പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ ആ ചുറ്റുപാട് മുഴുവൻ ഔസേപ്പിതാവിൻ്റെ പരിപാലനയുടെ കരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ രോഗങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിലും ഞങ്ങൾ ഒത്തിരി രോഗങ്ങളിലൊക്കെ ഒത്തിരി ഓരോരുത്തരുടെ സഹായങ്ങളും ആ സമയത്ത് കൊണ്ടുപോകുവാനും നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആ സമയത്തെത്തും. പിന്നെ ഭക്ഷണ സമയത്താണെങ്കിലും ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവിടെ ഔസേപ്പിതാവിൻ്റെ സാന്നിധ്യം നന്നായിട്ടുണ്ട്. ഔസേപ്പിതാവിൻ്റെ നൊവേനകളൊക്കെ ഞങ്ങൾ മുടക്കാതെ അവിടെ ചൊല്ലാറുണ്ട്. ഔസേപ്പിതാവിൻ്റെ സ്തുതിക്കായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ എല്ലാ ദിവസവും ചൊല്ലും. ഫ്രാൻസിസ് പാപ്പ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ആ വർഷം അവസാനിക്കുന്നതിൻ്റെ ആ ദിവസം ഞങ്ങളവിടെ ഔസേപ്പിതാവ് മുകളിൽ ഈ വേറൊരു സ്ഥലത്തായിട്ട് അങ്ങനെ ഒത്തിരി അട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഒരു ഔസേപ്പിതാവിൻ്റെ ഗാർഡൻ തന്നെ ഉണ്ടാക്കി ഔസേപ്പിതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ അവിടെ ഉണ്ടാക്കി. അത് ഒത്തിരി മനുഷ്യരുടെ ഞങ്ങൾക്ക് സഹായമൊക്കെ തന്ന അത് സ്റ്റാച്ചുവിന് വേണ്ടി ഉണ്ടാക്കുവാൻ വേണ്ടി. അങ്ങനെ എല്ലാ ദിവസവും ആ സ്റ്റാച്ചുവിൻ്റെ അന്ന് തൊട്ട് ഞങ്ങൾ അവിടെ പോയി നൊവേനയൊക്കെ ചെല്ലാറുണ്ട്. അങ്ങനെ ഔസേപ്പിതാവിൻ്റെ സാന്നിധ്യവും പരിപാലനയും അവിടെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദൈവിക അനുഭവം ഉണ്ടെന്ന് വരുന്ന എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഒത്തിരി ഗ്രൂപ്പുകളായിട്ടൊക്കെ വന്ന് അമ്മച്ചിമാർക്ക് ഒത്തിരി പ്രോഗ്രാംസൊക്കെ നടത്തുകയും അമ്മച്ചിമാർ ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്.
പിക്നിക് അർത്തിങ്കപ്പള്ളി, മറ്റേ വല്ലാർപാടം പള്ളി, അങ്ങനെ ഓരോ സ്ഥലത്തോട്ട് പിക്നിക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവർ ഒത്തിരി എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു എനർജറ്റിക്കായി ഇവിടെ വരുന്നവർ പറയാറുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുന്നതിനേക്കാൾ അമ്മച്ചിമാരൊക്കെ ഇവിടെ നല്ല ഹാപ്പിയാണ്. ഓരോ മാസവും ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തും, ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ നടത്തി. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓരോ രോഗങ്ങളൊക്കെ തന്നെ മറന്നവർ, പ്രായം പോലെ മറന്നവർ എല്ലാവരും അപ്പച്ചന്മാരും ഏതെങ്കിലുമൊക്കെ ആയിട്ട് അവർ ആക്ടിവിറ്റി പങ്കുചേരാറുണ്ട്. പിന്നെ അവർ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവർ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരാൾ പച്ചക്കറി അരിയുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ അവർ തന്നെ സഹായിച്ചു കൊടുക്കും. അല്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും കുക്ക് ചെയ്യാനോ മറ്റലക്ക അങ്ങനെയായിട്ടൊന്നും ആരെയും വെച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ സിസ്റ്റർ ഇത് പറഞ്ഞപ്പോഴാണ് ഈ വള്ളോപ്പള്ളി പിതാവ് അവിടെ തലശ്ശേരി ചെന്ന് കഴിഞ്ഞിട്ടേ അദ്ദേഹം ഔസേപ്പ് പിതാവിനെ അങ്ങ് ഏൽപ്പിച്ചത്. അവിടെ ഒന്നുമില്ലാത്തിടത്തുനിന്ന് അത്രമാത്രം വിശാലമായ ഒരു രൂപത മനോഹരമായിട്ട് ക്രമീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഔസേപ്പ് പിതാവാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, എടാ എപ്പോഴും നീ ഔസേപ്പ് പിതാവിനെ, അദ്ദേഹം എനിക്കൊരു തിരുശേഷി പോലത്തെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഔസേപ്പ് പിതാവ് അത് എനിക്കൊത്തിരി പരിപാലനം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഔസേപ്പ് പിതാവ് നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെ മനോഹരമായിട്ട് നയിക്കട്ടെ. ഈ കൂട്ടായ്മയും അതുപോലെ ഇതുപോലെ ആതുര ശുശ്രൂഷയും ഒക്കെ സ്വർഗത്തിൽ വലിയ വിലപ്പെട്ടതാണ്. ഷാലോമിനോട് ഇത്രയും നേരം സഹകരിച്ചതിന് ഏറെ നന്ദിയുണ്ട്. വിശംശയ്ക്ക് സ്തുതി. സുവിശേഷം ജീവിത ധ്യാനമാക്കി അനേകർക്കാശ്രയമേകി ഇതാ ഈ സന്യാസിനികൾ കാരുണ്യത്തിൻ്റെ മുഖങ്ങളാകുന്നു. തണൽ മരങ്ങളെപ്പോലെ ക്രിസ്തു സ്നേഹത്തിൻ്റെ തണലൊരുക്കി അനേകർക്ക് അഭയമേകുന്നു.